സാധാരണ മറ്റേ ഫാമിലി പടം പറഞ്ഞ സീരിയലിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടെങ്കിൽ ഒരു ചിരി ഉണ്ടാവും നമ്മുടെ ഫേസിൽ എപ്പോഴും. മമ്മീനെ നമുക്ക് ഈ പടം കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അടിപൊളി കോമ്പോ, അടിപൊളി ഇമോഷനും എല്ലാ ഫാമിലി എല്ലാം അടിപൊളി സൂപ്പർ. മമത തകർന്നുണ്ട്. മമത മലയാളത്തിൽ ഫസ്റ്റ് ആക്ട്രസ് നടി. ഹലോ ചേച്ചി, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഫീൽ ഗുഡായിട്ട് കാണാൻ പറ്റുന്ന ഇപ്പൊ നമ്മളിത് കണ്ടിട്ട് എല്ലാവരും സൂര്യ മമിത കോമ്പോ വരുമ്പോൾ എങ്ങനെയായിരിക്കും എല്ലാവരും ആ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ സൂര്യ കുറച്ചാൽ അതുപോലെ ലക്കി ഭാസ്കറിന് ശേഷം വെങ്കിയതൂർ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ലക്കി ഭാസ്കർ എന്ന് പറയുമ്പോൾ ഒരു ആ ടൈപ്പ് മൂവി അല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മൂവിയാണ്. ഫാമിലീസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടറും പടത്തിൻ്റെ 3 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. സൂര്യ നമ്മളെ വിചാരിച്ചാൽ നല്ല ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി മമിത സൂര്യ കോമ്പോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. മാക്സിമം എല്ലാവരും ഫാമിലി തന്നെ. വെങ്കിയാറ്റൂരിയാണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് തോന്നുന്നത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഫാമിലി പരിപാടി എല്ലാം. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ വരും. മ്യൂസിക് എല്ലാം ഫീൽ ഗുഡ് പറ്റിയ BGM ആണ്. ഓവറോൾ മാക്സിമം എല്ലാവർക്കും ഇഷ്ടമാണ്. റൊമാൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടോ? ഫൈറ്റ് ആയിരുന്നു. അതുപോലെ എല്ലാം ഉണ്ട്. റൊമാൻറ്റിക് ആണ്, ഫാമിലി എൻ്റർടൈനറാണ്. അടിപൊളി, തകർത്തു. നെക്സ്റ്റ് ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഷോ കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും കാണല്ലേ. അടിപൊളി നൈസ്, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമല്ലേ സൂര്യയുടെ? അതെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആ ഒരു കാറ്റഗറിയിലുള്ള മൂവി വരുന്നത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അതായത് ഒത്തിരി ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല മൂവിയാണ്. അയ്യോ, മമിത അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവർ രണ്ടുപേരും ഒരു കെമിസ്ട്രി ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ കുറച്ചും കൂടി ലവ് സീൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ഫീലിലേക്ക് വന്നിട്ടുണ്ട്. പാട്ട് അടിപൊളിയാണ്. നമ്മൾ ഒത്തിരി ഇപ്പോൾ ഒരു ട്രെൻഡിങ് സോങ് ആണല്ലോ. അത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ല രസമുണ്ട്. അതായത് അസൂയ തോന്നുന്ന രീതിയിൽ, അതായത് അസൂയ തോന്നിപ്പോകും. അതായത് രാധിക ശരത്കുമാറും മമിതയുടെ ഒരു കോമ്പോ ഉണ്ട്. അടിപൊളിയാണ്. അത് നമുക്ക് ഒരിക്കലും ഈ ഇന്റർവ്യൂലാണോ അറിയൂല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തേക്കണം. മമിതയും രാധിക ശരത്കുമാറും നല്ല രസമാണ് കോമഡിയൊക്കെ. ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരിക്കലും ഒരു എന്താ പറയുക ആക്ഷൻ മൂവി പ്രതീക്ഷിച്ച് വരരുത്. ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് രസമായിട്ട് കാണാൻ പറ്റും. കരൺ ജോഹർ മൂവിയോ പോലെ നല്ല അടിപൊളി രസമായിട്ട് കാണാൻ പറ്റും. അടിപൊളി മൂവിയാണ്.